ലൈവ് ന്യൂസ് പുതുക്കാട്. ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മാസാകുമ്പോൾ ഞാൻ എടുക്കുക. ആള് മുഖത്തോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. ഒരു മോട പോലത്തെ ട്രൗസറും ഒരു നീലല്ല കയ്യിലിട്ടല്ലാത്ത ഒരു വര പോലെ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട്. മടിയിൽ വെച്ച് എണ്ണി കൊടുത്ത കാശിന് രണ്ട് കൈ കൊണ്ട് കൂടി വാരി കൊണ്ട് എടുത്തിട്ട് പോയി. ലൈവ് ന്യൂസ് പുതുക്കാട്. ഒരു 5:15 ഏറ്റുന്നു. സാധാരണ ഒരു 4:45 എനിക്കാറിലാണ്. ഇന്ന് ഇത്തിരി നേരം വൈകി. അപ്പോൾ ഞാൻ ഏറ്റ് അങ്ങനെ പുറത്തേക്ക് പോയി മൂത്രം ഒഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഞാൻ ഷേവൊക്കെ ചെയ്ത് ബാത്റൂമിൽ കയറി. അപ്പോൾ ഒരു 5:30 അതിൻ്റെവും. 5:30 ബാത്റൂമിൽ കയറി കുളിയൊക്കെ കഴിഞ്ഞ മാതിരിയായി. അപ്പോഴാണ് ഇവിടെ നൊലോളി കേട്ടത്. ഇവിടെ നൊലോളി കേട്ട വഴിക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടി ചെന്നു. അപ്പോൾ ഇവിടെ വീണ് എടുക്കാടുന്നു, കമ്മടിച്ച് എടുക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഇന്നമാതിരി ഒരുത്തം വന്ന് കാശൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ട് ഓടി. അവർ ചവിട്ട് കെട്ടി. അപ്പോൾ വീണാന്ന് പറഞ്ഞു. അവൻ പുറത്തേക്ക് പോയി. ഏത് വഴിക്ക് പോയി ആളെ ഞാൻ കണ്ടില്ല കേട്ടോ. ബാക്ക് വടായിട്ട് കടന്ന് പോവുക ചെയ്ത്. സാധാരണ ബാക്കിലെ വാതിൽ കുറ്റിയിടാറുണ്ട് ഞാൻ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ. ഇതാ ബാത്റൂമിൽ കടന്ന് അന്ന് കുറ്റിയിട്ടില്ല. നേരം വെളുത്ത് വരില്ല, കാരണം അവളും കുറ്റിയിട്ടില്ലേ. സാധാരണ കുറ്റിയിടാറുള്ളതാണ്. അങ്ങനെ ആൾ കാശ് എടുത്തുകൊണ്ട് ഓടിപ്പോയി. കാശ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ വെച്ചാൽ മാസത്തിൽ ഒരു വട്ടം വണ്ടിയിൽ ലോൺ അടയ്ക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ആ കാശ് ഇടുന്നതാണ്. അത് ഡെയിലി ചിലപ്പോൾ 200 ഇടും, 300, 500 അത് ഓടത്തുന്നതനുസരിച്ച് ഇടുക ഞാൻ. അങ്ങനെ ചില ദിവസങ്ങളിൽ ഇടാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവാറുണ്ട്, എന്നാലും പരമാവധി ഇടാറുണ്ട്. അത് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ മാസമാകുമ്പോൾ ഞാൻ എടുക്കുക. അത് എടുത്ത് ചിലപ്പോൾ 2 ദിവസം മുപ്പാട് എടുത്ത് കയ്യിൽ വയ്ക്കാൻ. തൃശ്ശൂരാണ് ലോൺ അടയ്ക്കുന്നത്. അപ്പോൾ അവിടെ വാടക പോകണനുസരിച്ച് പോകുമ്പോൾ അടയ്ക്കാറ്. ഒറ്റ മാസം മുടങ്ങാറൊന്നുമില്ല, കറക്റ്റായിട്ട് അടയ്ക്കാറുള്ളതാണ്. അപ്പോൾ ഡേറ്റിന് പാട് കൊണ്ട് അടയ്ക്കാറുണ്ട്. അതിനായിട്ട് എടുത്താണ് കാശ്. പക്ഷെ അത് യോഗമില്ല, അത് കൊണ്ടുപോയി. ഉദ്ദേശം ഒരു 10 രൂപ താഴെ അതിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ എണ്ണുമ്പോൾ അത് ഉണ്ടാവും അതിൽ. അത് പിന്നെ വെച്ചാൽ അത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ വെച്ചാൽ അതിൽ കുറച്ച് കാശ് ഒതുക്കിയ മടക്കൊക്കെ തീർത്ത് ലെവൽ ചെയ്ത സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആളെടുത്തില്ല. ഇത് അവൾ മടിയിൽ വെച്ച് എണ്ണി കൊടുന്ന കാശാണ് 2 കൈ കൊണ്ടും കൂടി വാരി കൊണ്ട് എടുത്തിട്ട് പോയി. അപ്പോൾ അതിൽ ബാക്കിയുള്ളതൊക്കെ പോയിട്ട് 10,000 ചില്ലറ അവിടെ ബാക്കി കിട്ടി ഞങ്ങൾക്ക്. കയ്യിൽ അവിടെ ഇരിക്കുന്ന കാരണം. എന്നാൽ എൻ്റെ പേഴ്സൊക്കെ പുറത്തൊരു ബാഗൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. അതിലൊന്നും ആരൊന്നും എടുത്തില്ല. പേഴ്സ് മേശാമ്പി ഇരിക്കുന്നുണ്ടായിരുന്നു. മരുമാൻ്റെ ബാഗൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അവർ നോക്കിയില്ല. പെട്ടെന്ന് ഈ കാശ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. വേറെ വലിയ കള്ളന്മാർ ചെയിനൊന്നും പൊട്ടിച്ച് നിന്നില്ല. കാരണം ചെയിനുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ആൾ വൈകുന്നേരം ഇടാറില്ല സാധനം. ഊരിക്കാറ പതിവ്. അപ്പോൾ പിള്ളേർ വന്നാലും അവർ ചെയിനും വളയൊക്കെ ഊരി വയ്ക്കും. മരുമകൻ വന്നാലും ആ കൂരിയ ബാഗിൽ വയ്ക്കും. പക്ഷെ ഒന്നും പുറത്തിടാറില്ല. പക്ഷെ അതൊന്നും കിട്ടില്ല. ഈ കാശ് കൊണ്ടുവന്ന് മാത്രം. ഞാൻ ആളെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആൾക്ക് ചായക്ക് പലഹാരം ഉണ്ടാക്കലും പുട്ടുണ്ടാക്കാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് എല്ലാ വണ്ടിയുടെ ബുക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പൈസ എടുത്ത് വെച്ചോളൂ എന്ന് ഇന്നലെ രാത്രി കിടക്കണം നേരത്തെ പറഞ്ഞത്. പൈസ എടുത്ത് പുറത്തേക്ക് വെച്ചോളോട്ടാന്നു. അപ്പോൾ 16-17 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഡെയിലി പൈസ കൊണ്ടുപോകും. ഓട്ടം കിട്ടുന്നതിനനുസരിച്ച് അടയ്ക്കാലോടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ കുളിച്ച് വരുമ്പോൾ ഈ കാശ് എണ്ണി വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ചെപ്പ് എടുത്ത് കൊണ്ടുവന്ന് ആളുടെ പേഴ്സിലത്തെ കാശ് എടുത്ത് എണ്ണി റെഡിയാക്കിയിട്ട് മേശ പോകണമെന്ന് വെച്ചു. എന്നിട്ട് ഈ ചെപ്പ് എടുത്ത് കൊണ്ടുവന്ന് പൈസ എണ്ണി മടിയിൽ വെച്ചിട്ട് എണ്ണ. അപ്പോൾ ചുറ്റുകൂട്ടി ഇടുന്ന കാരണമൊക്കെ നിർത്തണം. അപ്പോൾ അങ്ങനെ ചുറ്റുകൂട്ടിയൊക്കെ ഇടുന്നു. അപ്പോൾ ഞാൻ നിർത്തി ഇങ്ങനെ വെച്ച് 10,000 നീക്കി ഞാൻ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിൽ ഉടുപ്പിൻ്റെ ഈ സൈഡിൽ വെച്ചിരുന്നു. ബാക്കിയൊക്കെ മടിയിലായിരുന്നു. ആൾ കയറി വരുന്നു, വാതിൽ തുറന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ കുളി കഴിഞ്ഞ് അകത്തേക്ക് വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് റൂമിലേക്ക് ആൾ കടന്നു വരൽ പതിവില്ല. അതെന്താ പതിവില്ലാണ്ട് റൂമിലേക്ക് വരണ പോകുമെന്ന് വെച്ച് നോക്കിയപ്പോൾ ആൾ മുഖത്തോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. ഒരു മോട പോലത്തെ ട്രൗസറും ഒരു നീലല്ല കയ്യിലിട്ടല്ലാത്ത ഒരു വര പോലെ ഒരു ബനിയൻ ഇട്ടിട്ടുണ്ട്. അധികം പ്രായമൊന്നുമില്ല, വണ്ണമൊക്കെ കുറവാണ്. ഒരു ചെറിയ ചെക്കൻ്റെ പോലെയാണ് കണ്ണ്. ആൾ ഓടി വരലും കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആകെ പകച്ചു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ല. അങ്ങനെ നിന്നപ്പോൾ ആൾ ഓടി വന്ന് മടിയിൽ നിന്ന് കാശൊക്കെ അങ്ങനെ തന്നെ വാരിയപ്പോൾ പിന്നെ പക്ഷേ ഞാൻ അയ്യോ കാശെല്ലാം കൊണ്ടുപോടുമെന്ന് വെച്ചിട്ട് റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇങ്ങോട്ട് കടന്നിട്ട് ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ച വശം എന്നെ ചവിട്ടി വശം ഞാൻ വീണു. ഒന്നാമത് കാലുവേദനയും മുട്ടുവേദനയും ഉള്ള കാരണം തൊട്ട് കഴിയുമ്പോഴേക്ക് വീഴും. അത് അവിടെ വീണ് കിടന്നിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ ആളെ വിളിച്ചു. അപ്പോൾ മോളും വരാൻ ആ റൂമിൽ കിടക്കണ്ടായി. അവരെ വിളിച്ചു. അപ്പോൾ ആളുടെ വിചാരം എനിക്ക് ഇടയ്ക്ക് പ്രഷറൊക്കെ കൂടിയിട്ട് വയ്യാണ്ടാവലുണ്ട്, അങ്ങനെ വീഴുക എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളെ വിചാരിച്ചിരിക്കുന്നത് അതാന്ന് വിചാരിച്ചിട്ടാണ് ആൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ കള്ള അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് ആൾക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തിനും ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പൈസ എടുത്ത് കൊണ്ടുപോയി പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അവരാ വേഷം അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴേക്കും ആളെ ഏത് ഭാഗത്തോടെ പോയി നമുക്കറിയില്ലല്ലോ. ലൈവ് ന്യൂസ് പുതുക്കാട്.
വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.